ആരാ? എന്താ കരയുന്നത്? നമുക്ക് മരിച്ചാ മതി, നമുക്ക് മരിച്ചാ മതി. വാ നമുക്ക് പോവാം. പോകാനോ? ഒരു സ്ത്രീരത്നം മരിക്കാൻ മുമ്പ് പോകാനോ? അല്ല പിന്നെ നമുക്ക് കൂട്ടത്തിൽ മരിക്കാനോ പോവും? ജനിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ മരിക്കാനും അവകാശമുണ്ട്, മൗലിക അവകാശം. താൻ പോ. താനൊന്നില്ലടോ. കരയോ? കാര്യം പറയണം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പറയണം. ഒരു വണ്ടി പോയാ വേറെ 3 വണ്ടി വരും. ഏത് വണ്ടി? അയ്യോടാ അയ്യോടാ, ഇതൊരാപത്തായല്ലോ. നിങ്ങൾ ആരാ? നമ്മള് പാത്തുമ്മ. പാത്തുമ്മ പാത്തും പതുങ്ങി ഇപ്പൊ എവിടുന്ന് വരുന്നേ? നമ്മള് കെട്ടിയാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാ. കാര്യം? നാളെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കാ. അതേന്ന്, നമ്മുടെ കെട്ടിയവൻ 7 കെട്ടിയോളുമാരുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരെ തൊഴിക്കും. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കുള്ളതാ. എടാ എരപ്പാളി, ആഴ്ചക്ക് 10 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 10 എണ്ണത്തിനെ തൊഴിക്കാമായിരുന്നില്ലടാ. തൊയ് കൊണ്ടുകൊണ്ട് നമ്മൾ ക്ഷീണിച്ചു. ഒടുക്കം നമ്മുടെ പൊന്നും തുണിയെല്ലാം എടുത്തോണ്ട് നമ്മൾ ഓടി പോന്നതാ. ഇനി ഞമ്മക്കാ ചെറുത്താനെ വേണ്ട. അത് ശരി. ഇതും ശരി കേട്ടോ പാത്തമ്മ, ഇന്നിനി വണ്ടി നാളെ രാവിലെ വണ്ടിയുണ്ട്. അതുവരെ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട. ഇൻസ്പെക്ടർ ഏമാൻ കുടുംബസമേതം ഗുരുവായൂർക്ക് പോയിരിക്കുക. വീടിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. പാത്തുമ്മ ഇന്ന് രാത്രി അവിടെ പാർത്തോട്ടെ. അമ്മ നമ്മുടെ പെട്ടി എടുക്കണോ? ഞമ്മള് പിടിച്ചോളാം, ഞമ്മള് പിടിച്ചോളാം. ധൈര്യമായിട്ട് പോയി. ഞങ്ങളുടെ പുറകെ വന്നോ? വരും ധൈര്യമായിട്ട് വന്നോളി. എന്താ പാത്തുമ്മ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പെട്ടി എവിടെയെങ്കിലും വെട്ടി പാത്തുമ്മ. ഞമ്മക്ക് പേടി വരുന്നു. പേടിയോ? കാര്യം? നിങ്ങൾ 2 ആള്, നമ്മൾ 1 ആള്. അയ്യോ, ഇവിടെ അങ്ങനെ ബലപരീക്ഷണത്തിലുള്ള പരിപാടിയൊന്നുമില്ല. നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. പാത്തുമ്മ വല്ലതും കഴിച്ചാ? നമ്മള് പത്തിരി ഇറച്ചിയും കഴിച്ചു. അതെന്തായാലും നന്നായി. ഇനി കിടന്നങ്ങ് ഉറങ്ങാമല്ലോ. ഇതിനകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങും? എന്തൊരു ചൂടാണപ്പാ. എന്നാൽ അതുവരെ നമുക്ക് പുറത്തിരുന്ന് പറഞ്ഞോണ്ടിരിക്കാം. ആ പട്ടിയോട് പെട്ടിയോടെ പോയി. അപ്പോഴേ പാത്തുമ്മ ഒരു ചോദ്യം. പാത്തുമ്മ ഏതായാലും വീട് വിട്ടിറങ്ങി എന്റെ കൂടെ താമസിക്കുന്നു അതോ എന്റെ കൂടെ താമസിക്കുന്നു? തുടങ്ങിയാണ് കുഞ്ഞായ്മ. ധൈര്യമായിട്ട് പറ പാത്തുമ്മ. പാത്തുമ്മ ഏതായാലും നമ്മൾ നോക്കിക്കോളാം. ഞാൻ ഒട്ടും മോശമല്ല നോക്കുന്ന കാര്യത്തിൽ. ഞാൻ കെട്ടിക്കോളാം. പാത്തുമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ 2 പേരും കൂടി കെട്ടാമെന്ന് നമ്മള് കുഴഞ്ഞു പോവല്ലോ. കുറുപ്പേ, മര്യാദയ്ക്ക് ഒഴിഞ്ഞതാ. അല്ലെങ്കിൽ തന്റെ പഴയ കഥകളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ 2 പേരുടെയും പഴയ കഥകൾ നാട്ടുകാർക്കൊക്കെ അറിയാം. അത് ഇനിയും പറഞ്ഞ് നാറ്റിക്കാതിരുന്നാൽ തനിക്കും എനിക്കും നല്ലത്. പാത്തുമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. പറയേ. ഇപ്പൊ പാത്തുമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്നോടോ കുറുപ്പിനോടോ? 2 പേരോടും കുറേശ്ശെ തോന്നുന്നു. കുഴഞ്ഞോ? കുറേശ്ശെ ഉള്ളോ? ശരി, നമുക്ക് നാളെ വിട്ടുകളയാം. മുദ്ര വേണോ തല വേണോ? തല. തല വന്നാ പാത്തുമ്മ കുറുപ്പിന്റെ കൂടെ പുറത്തോണം. മുദ്ര വന്നാ എന്റെ കൂടെ പോരണം. സമ്മതമാണോ? സമ്മതമാ. ശരി. വരട്ടെ ഇടാൻ വരട്ടെ. എന്താ ഇന്ന് വേണ്ട, നാളെ ഇട്ടാ മതി. നാളെ ഞമ്മക്ക് നല്ല ദിവസമാ, വെള്ളിയാഴ്ച. ഓ, തൊഴി വെള്ളിയാഴ്ച അല്ലേ? അതല്ലെന്ന്, നിങ്ങളൊന്ന് ക്ഷമിയപ്പാ. ശരി, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാത്തുമ്മ ആ മുറി പോയി കിടന്ന് തുടങ്ങിക്കോ. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. നേരം വെളുത്ത ഹൊട്ടനെ നാളെ വിടും. സമ്മതിക്കണേ? സമ്മതമാ. അപ്പോ ഞമ്മള് പോയെന്ന് ഉറങ്ങട്ടെ. ഓ
ഹേമക്കുറുപ്പേ ഒന്ന് എഴുന്നേക്കണോ, നേരം എടുത്തു, നാളെ വിടണ്ടേ? വേണം വേണം, വാ, വാ, വാ. വാ, വാ. പാത്തുമ്മ പാത്തുമ്മ, അവൾ എവിടെ പോയി? പണിക്കരെ, ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽ പാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അടിച്ചോണ്ട് പോയാ? അതിനാ അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാൻ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പണിക്കരെ. നമുക്കിത് കിട്ടണം പണിക്കരെ. വഴിയേ പോയ വയ്യാവേലിയായിരുന്നു, നമ്മളത് പലിശ കൊടുത്ത് വാങ്ങിച്ചു. ഓരോ പ്രായത്തിൽ തോന്നണ്ടതേ തോന്നാവൂ, അല്ലാത്ത ഒന്ന് തോന്നി അവനിതൊക്കെ ശിക്ഷയും കിട്ടി. ദാ വരുന്നു. അത് പാത്തുമ്മ. പാത്തുമ്മയല്ല, ഇൻസ്പെക്ടർ വേമാനും ഭാര്യ. എന്താ കുറിപ്പേ, ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഉത്തരവ്. ഒരു സംശയം. ചെയ്തിരുന്നോ എന്നാണോ? അല്ല, ഏമാൻ ആദ്യമായി ഇവിടെ താമസിക്കാൻ വരുമ്പോ വാങ്ങിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ബില്ല് ഇരിപ്പുണ്ടോ ഏമാനെ? പാത്രത്തിന്റെ ബില്ലോ? അതെന്തിനാ? ബില്ല് പോയെങ്കിൽ അതിന്റെ വില പറഞ്ഞാലും മതിയേ. എന്താ പണിക്കരെ, ആന്റി കറപ്ഷൻകാർ ആരെങ്കിലും വന്നിരുന്നോ? അവരല്ലേ ഏമാനെ, വേറൊരു കറപ്ഷൻ ഇവിടെ വന്നിരുന്നു. ഞങ്ങൾ സാധനമായിട്ടോ പണമായിട്ടോ തരാം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കണം. അയ്യോ, അടുക്കളയിലുണ്ടായിരുന്ന സ്റ്റീൽ പാത്രമൊന്നും കാണുന്നില്ല. കൊച്ചമ്മ ക്ഷമിക്കണം, ഇവിടെ ഒരു രക്ഷി വന്നിരുന്നു. രക്ഷിയോ? ഇവനിവിടെ ഉള്ളപ്പോഴോ? പിന്നെ ഇൻസ്പെക്ടർ ആണെന്നൊന്നും നോക്കൂല. ഇനി ഇതിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് കാര്യമില്ല. ഏമനെ നടന്ന് പറയാം. പുറപ്പെട്ടു പോകുന്നവളാണെന്നും പറഞ്ഞു ഒരുത്തി ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? ഇവിടെ എന്തിനു വന്നു? പറയത്തിരി, പറയണോ കുറുപ്പേ? ബാക്കി പറയണമെങ്കിൽ ഏമാൻ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം. ഉറപ്പോ? ഞങ്ങളുടെ പേരിൽ നടപടി എടുക്കില്ല എന്ന് ഉറപ്പ് തരണം. ഏമാൻ ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ ഇവിടുത്തെ എഴുന്നേക്കില്ല. അതിന് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, രണ്ടുപേരും കൂടെ എന്റെ കാലത്ത് തന്നെ വീണത്. എടോ, ആരെങ്കിലും ഒരാൾ എടീട്ടെ അവിടെ കാലത്ത് വീട്. ഇവിടെ വന്നതാണെന്ന് പറയണ കുറിപ്പേ. ഏമാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാലല്ലാതെ ഞങ്ങൾ രഹസ്യം പറയില്ല. രക്ഷിയാണേലും വന്നു പോയില്ലേ, രക്ഷിച്ച സംഭവിച്ചെന്താണെന്ന് പറയൂ. ഏമാൻ ക്ഷമിക്കണം, ഈ പ്രായത്തിൽ തോന്നാൻ പാടില്ലാത്ത ഒരു ദുർചിന്ത തോന്നിപ്പോയി. എന്തോന്ന് മതയാരോ അതോ ഭദ്രവാളിയോ? ആരാണെന്ന് അറിയണോ നിനക്ക്? അറിയണോ നിനക്ക്? വേണ്ടാത്തടത്തെല്ലാം കയറി പിടിച്ച് ശ്വാസം മുട്ടിച്ചേച്ച് പറയുന്നത് കേട്ടില്ലേ? ആയിക്കോട്ട്, വേഗം കയറി വാ. കണ്ടോ അവിടെ? കൊളം അവിടെ? കൈതക്കാട് എവിടെ? അയ്യോ, ചതിച്ചോ ദൈവമേ, വഴി തെറ്റിയോ? എന്താ സംഭവം? ഇതെവിടാ? ഇത് ക്ഷേത്രനട ബസ് സ്റ്റോപ്പ്. അതല്ലെന്ന്, ഈ നാടേതാ? ഇത് പാണ്ടനാട്. അപ്പൊ ചെമ്പനാടോ? അത് അവിടെ ചെന്നാലേ കാണാൻ പറ്റൂ. ഇവിടുന്ന് ഒരു 30 മൈൽ ദൂരമുണ്ട്. ചതിച്ചോ ദൈവമേ, വണ്ടി കയറിയപ്പോ മുതല് ചെമ്പനാടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നിട്ട് അവസാനം എന്നെ പാണ്ടനാട്ട് വിട്ടു. ദുഷ്ട, കണ്ടിട്ടോ ദുഷ്ട. ഇനി അടുത്ത വണ്ടി എപ്പോഴാ സഹോദരന്മാര്? ചമ്മനാട്ടേക്ക് ഇന്ന് വണ്ടി ഇല്ല സഹോദരി, നാളെ രാവിലെ ഒരെണ്ണം വരും. അഥവാ നാളെ രാവിലെയോ? അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ മുഖത്തോടെ നോക്കിയാൽ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യണമെന്ന് പറയണം. അതെന്തിനാ ഞങ്ങൾ പറയുന്നത്? ചെന്ന് വണ്ടിക്കാരോട് ചോദിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, സമാധാനം ഉണ്ടാക്കും. എന്ത് പറ്റി? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പ്രസിഡന്റ്. എന്റെ അനീസൊരു വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ചെമ്പനാട്ടേക്ക് ടിക്കറ്റ് എടുത്തതാ. എന്നിട്ട് വണ്ടിക്കാർ കൊണ്ടുവന്ന് പാണ്ടനാട്ട് ഇറക്കി വിട്ടേച്ചപ്പോ കളഞ്ഞു. ഞാനിനി എന്തോ ചെയ്യും? ഇന്നിനി വണ്ടിയില്ലെന്ന് പറയുന്നു. ശരീരത്തിൽ ഇത്തിരി പൊന്നുമുണ്ട്. അത്രേ ഉള്ളൂ, സമാധാനമുണ്ട്. നിങ്ങളെപ്പോലെ 15 പേർ കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ ബംഗ്ലാവിലുണ്ട്. അവിടെ ഞാനും എന്റെ ഭാര്യയും വേലക്കാരും മാത്രമേ ഉള്ളൂ. വന്നാട്ടെ, നാളെ രാവിലെ പോയാൽ മതി. വരും. പ്രസിഡന്റ് ഈ സമയത്തിലേ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. പൊയ്ക്കോ. പെറ്റിയെടുക്കാൻ ആൾ വേണം. അയ്യോ, അത് വേണ്ട, ഞാൻ എടുത്തോളാം. ശരി, എങ്കിൽ വരും. എങ്കിൽ സഹോദരന്മാരെ എല്ലാരോടും കൂടി വരട്ടെ. വരൂ. ഈ പ്രസിഡന്റ് ഇപ്പോഴും ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പരിപാടി ഉണ്ടായിരുന്നിരിക്കാം. വന്നിറങ്ങി, പിന്നെ നമ്മൾ ഇവിടുന്ന് എന്തിന്? ഏതായാലും പോയില്ലേ, പോട്ടെ. നേരെ ഒത്തിരി ഇരുട്ടി വർത്തമാനം പറഞ്ഞൊക്കെ മതി. ഇന്ന് നിങ്ങൾ 2 പേരും കൂടി ഈ മുറി കിടക്കും, ഞാൻ ആ മുറി കിടക്കാം.
നമുക്ക് കിടക്കാം. ആ എന്താടി എന്താടി എന്താ കരയുന്നത്? കരച്ചിൽ വന്നിട്ടാ. അത് മനസ്സിലായി. കരയാനുള്ള കാര്യം? കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടിയും പോയി. ആരായിരുന്നു കൂട്ട്? എന്റെ അനീതിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ. രണ്ടുപടം ആയിരുന്നുകൊണ്ട് ഭയങ്കര ഇടിയും ബഹളമായിരുന്നു. സിനിമയിലോ തിയേറ്ററിലോ? എല്ലായിടത്തും ഒരേ ബഹളമായിരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടി എങ്ങോട്ടായിരുന്നു? മുണ്ടക്കൈത്തോട്ടാ. ഇനി നാളെ ഉള്ളെന്ന് പറയുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു? അതറിയാൻ പാടില്ലാത്തോണ്ടാ എനിക്ക് കരച്ചിൽ വരുന്നത്. എന്താ പേര്? സാറാമ്മ. സാറാമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊന്നിച്ചു വാ. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നാളെ രാവിലെ പോവാം. വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാ മതി. സാറിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസം വരാൻ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിടം വെച്ച് സാറൊരു മാന്യനാണെന്ന് എനിക്ക് തോന്നി. സന്തോഷം. എന്നാ വന്നാട്ടെ. പെട്ടിയിലെന്തോന്നാ? ഓ, കാലിപ്പെട്ടിയാ സാറേ. 2ാം തീയതിക്ക് മേടിച്ചതാ. ആ വരി. സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക എന്തോ? എന്തോന്നിനാ? എനിക്കും കൂടെ ഒന്ന് ചുരുണ്ടൂടി കിടക്കാനാ. എന്തിനാ ചുരുളുന്നത്? നിവർന്ന് തന്നെ കിടന്നു. ഒരു 16 സാറാമ്മമാര് കിടന്നാലും അറിയത്തില്ല. കർത്താവേ, അതെന്തോന്നാ സാറേ? മാളിക, മണിമാളിക. വന്ന് നോക്ക്. സാറിന് കെട്ടോളുമാർ എത്ര ഉണ്ട്? എന്തോന്നാ? അയ്യോ സാറേ, തെറ്റിപ്പോയി. മക്കൾ എത്ര ഉണ്ട്? മക്കളില്ല, ഭാര്യയുണ്ട്. അവള് പിണങ്ങി അവിടെ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ സാറോ? ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു. അല്ലാതെ എവിടെ പോകാനാ? ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? ഓ, എനിക്ക് അങ്ങനെ വീട്ടുകാര്യം കൂടിയേ തിരിവന്നില്ല. പണ്ടേ അങ്ങനെ. എനിക്ക് നാട്ടുകാര്യമാണ് ഇഷ്ടം. അതായിരിക്കും ഭാര്യ പിണങ്ങിപ്പോയത്. പോയി ചാകട്ടെന്ന്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരിക്കൂട്ടി പൂട്ടിയിരിക്കുക. പൊന്നും പണവും വെച്ച് പൂട്ടാൻ അളമരിയുണ്ട്. എനിക്ക് വല്ല മെന്റൽ റൈസും ഉണ്ടോ? സുഖം. ഒന്നോർത്താ ഇതുവരെ സുഖമാ അല്ലേ സാറേ? പരമസുഖമല്ലേ? നീ വാ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വരണം. ഇതാളുടെ വീടാ സാറേ? എന്റെ വീട് തന്നെ. എന്താ പരിചയമുണ്ടോ? ഞാനങ്ങും വന്നിട്ടില്ല. അല്ല, സാറ് ഹിന്ദു ആണോ? ആണല്ലോ. അയ്യോ സാറേ, ഞാൻ ഞങ്ങളുടെ സ്വജാതിയുടെ വീട്ടിലേ താമസിക്കത്തുള്ളൂ. അന്യജാതിയുടെ വീട്ടിൽ താമസിക്കത്തില്ല. വരട്ടെ സാറേ. ഏമാനെ, കടുവായെ കിടുവാ പിടിച്ചു എന്ന് പറഞ്ഞ ഇതാണ്. ഇവൾ ഏമാനെയും പിടിച്ചോ? ഇവളാണ് ഏമാന്റെ പാത്രം കടിച്ചോണ്ട് പോയ പാത്തുമ്മ. ഇന്നിവൾ സാറാമ്മയാണ്. ഏമാൻ എവളെയും കൊണ്ടുവരുന്നത് കണ്ടോണ്ട് ഞങ്ങൾ പുറകെ പോന്ന. ഇവൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എടേ ഭാര്യയെ, വരുന്നു. ഇവളാണ് ഇവിടെ വന്ന് നിന്റെ പാത്രം അടിച്ചുകൊണ്ട് പോയ യക്ഷി. ആ, ഇവള് കൊള്ളാമല്ലോ. എടേ, ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. എന്താണ് നിന്റെ പേര്? സാറാമ്മ. അപ്പൊ പാത്തുമ്മയോ? അത് ഞാനല്ല. ഇവളോട് ഇങ്ങനൊന്നും ചോദിച്ചാൽ ഇവൾ ഉത്തരം പറയത്തില്ല. കുറിപ്പേ, ഉത്തരവ് അകത്ത് അളമാരിക്കാത്തിരിക്കുന്ന കോപ്പി കേൾക്കുക. അയ്യോ യമാനെ, അത് വേണ്ട, ഞാൻ സത്യം പറഞ്ഞേക്കാം. അങ്ങനെ നേരെ വാ. നീ തങ്കമണിയല്ലേടി? റെസ്ക്യൂ ഹോമിൽ നിന്ന് ചാടിപ്പോയ തങ്കമണി. എടീ, നീ തങ്കമണിയല്ലേ എന്നാണ് ചോദിച്ചത്? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് എന്തൊരു ചോദ്യവാ. വാ, തങ്കമണി തന്നെ. എന്തൊരു വേണം? നിന്നെ ആശ്ചയിരിക്കുന്നു. ഒലക്കയുടെ മൂട്. വാ പോകാൻ. ജീപ്പ് വിളി. ജീപ്പോ? എന്താ കണ്ടിട്ടില്ലേ? എന്നെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ജീപ്പിലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ വിളി. പിന്നെ കുറെ പുളിക്കും. എന്റെ ശരീരത്തിലെങ്ങാനും തൊട്ടാ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്നെ കൊണ്ടുപോകണോ? ജീപ്പുമായിട്ട് പെമ്പോലീസ് വരണം.